എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ബസ് യാത്ര എന്നാലും ഒന്ന് കാണാൻ വളരെ നല്ലൊരു സംഭവമാണ്. ഹേ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് സ്വാഗതം. ഗായ്സ്, നമ്മൾ ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ. ഇതെനിക്ക് തോന്നുന്നു എല്ലാവരും ഒരുവിധപ്പെട്ടവരൊക്കെ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. എന്നാലും നമ്മുടെ ചാനലിൽ കൂടെ വരുന്നത് അതൊരു ആദ്യത്തെ വീഡിയോ അല്ലേ, അപ്പോൾ നമുക്ക് ഇടാതിരിക്കാനും പറ്റില്ല. പിന്നെ ഈ ഇടുന്നതെല്ലാം ഒരു ഓർമ്മയ്ക്ക് കൂടിയിട്ടാണ്. നമ്മളെപ്പോഴും നല്ല നിമിഷങ്ങൾ ഇതേപോലെ പകർത്തി വയ്ക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. മച്ചന്മാരെ, ഞാനൊരു ചെറിയൊരു വീഡിയോ ആണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബസ് യാത്രയാണ്. ബസ് യാത്ര എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ബസ് യാത്ര എന്നാലും ഒന്ന് കാണാൻ വളരെ നല്ലൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാനൽ ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് സമയം കിട്ടുന്നതനുസരിച്ചിട്ട്. അതേപോലെ തന്നെ മാക്സിമം ആൾക്കാർക്ക് ഞാൻ എൻ്റെ റിപ്ലൈ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാട്ടിലെ ആൾക്കാരുടെ നമ്പർ ഞാൻ താഴത്ത് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് അവരുമായിട്ടുള്ള നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. നമ്മളിപ്പോൾ പതിയെ ബസ് കയറാനായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ബസ് കയറാൻ വേണ്ടി പോയിരിക്കുക. ഞാൻ കുറച്ച് ദൂരത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയൊരു പരിപാടിയുണ്ട്, അപ്പോൾ അതിന് വേണ്ടി പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് എനിക്ക് ബസ്സില്ല അവിടെ നിന്ന്. അപ്പോൾ ഞാനത് വേറെ സ്റ്റോപ്പിൽ പോയി വേണം കയറണമെങ്കിൽ. ഏകദേശം ഒരു 600 മീറ്ററോളം ഉണ്ട് നടക്കാനായിട്ട്. അപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സ്ട്രീറ്റിലൂടെ. ഇവിടുത്തെ വീടിൻ്റെയൊക്കെ ഒരു കൺസ്ട്രക്ഷൻ കണ്ടോ. പക്ഷേ ഇത് ഓരോ ഏരിയയ്ക്ക് അനുസരിച്ചിട്ട് ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ മരങ്ങളും കാര്യങ്ങളും. ഇതാണ് പ്രത്യേക ഒരു ആകൃതിയിലുള്ളൊരു മരം. എന്ത് മരമാണെന്ന് വേറെ നാളൊന്നും അറിയില്ല, എന്നാലും മരം. ഫുട്പാത്തൊക്കെ അടിപൊളിയായിട്ടാണ് ഇരുവശത്തുമായിട്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഇതൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ഒരുപാട് വീടുകളും അപ്പുറത്ത് സ്കൂൾ, കോളേജ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ പ്രത്യേകത സൈക്കിളുകൾക്ക് പോകാനായിട്ടുള്ള ഒരു പാത സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും കാണാത്തൊരു പരിപാടിയാണ്. സൈക്കിളുകൾക്കും അതേപോലെ ബസ്സിനൊക്കെ പോകാനായിട്ട് ഈ റെഡ് കളറിൽ ഒരു ലൈൻ കാണുന്നുണ്ടോ, അതിൽ കൂടെ ബസ്സുകൾക്ക് മാത്രമേ പോകാൻ പറ്റൂ. ആ കാറുകളൊന്ന് ഈ റെഡ് ലൈൻ ക്രോസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഫൈൻ അടയ്ക്കും. അവിടെ കണ്ടില്ലേ ബസ്, ഒരു ക്യാമറയുടെ സിമ്പിൾ കണ്ടില്ലേ. പിന്നെ വേറെ രസമുണ്ട്, നമ്മൾക്ക് ഈ പെഡസ്ട്രിയൻ ഏരിയകൾ കൊടുത്തിട്ടുണ്ട്. അതായത് ആൾക്കാർക്ക് ക്രോസ് ചെയ്യാനായിട്ട്. ആ ഏരിയയിൽ നമുക്ക് അപ്പുറത്തൊന്ന് ഓടിക്കിടക്കാം. ഈ റെഡ് ലൈൻ കണ്ടില്ലേ നിങ്ങൾ, ഈ റെഡ് ലൈനിൽ ബസ്സുകൾക്ക് മാത്രമേ നിർത്താനോ പോകാനായിട്ട് പറ്റൂ. ഈ പെഡസ്ട്രിയൻ ഏരിയ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്പീഡിൽ, നല്ലൊരു പാതയാണ്, ഹൈവേ പോലത്തെ ഒരു പാതയാണ്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യണമെങ്കിൽ ഇവിടെ വണ്ടി ഒരിക്കലും നിൽക്കില്ല, വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യണമെങ്കിൽ ഈ കാണുന്ന സംഭവം നിങ്ങൾക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക, ക്രോസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ ബസ്സുകൾ. ഇത് ഇവിടുത്തെ ചെറിയൊരു ഷോപ്പിംഗ് മാളാണ്. ഇവിടെ മുക്കിന് ഷോപ്പിംഗ് മാളുകളുണ്ട് മച്ചാൻ. അതുപോലെ ബർഗർ കിങ്ങുകൾ. ഇപ്പോൾ ഈ ലോക്ക്ഡൗണൊക്കെ മാറിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകളും ഈ ഒരു ഇതിലേക്ക് തന്നെ ആയിരിക്കും. കാരണം ഈ ബർഗർ കിങ്ങുകളും അപ്പുറത്ത് കാണുന്ന റെസ്റ്റോറൻറ്റുകൾ എല്ലാം അടച്ചിട്ടിരിക്കുക. ഓക്കെ, അതൊക്കെ ഓപ്പൺ ആക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ഈ ഏരിയയിലുള്ള എല്ലാ സ്റ്റുഡൻസിനും ജോലി കിട്ടും. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ഏതൊക്കെ ഏരിയകളാണ് കൂടുതൽ പാർട്ട് ടൈമായിട്ട് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിൽ കൂടുതൽ റിസർച്ച് നടത്തിയിട്ടില്ല. എന്നാലും ഇപ്പോൾ എൻ്റെ ഒരു ഇതിനനുസരിച്ച് ഞാൻ വേണമെങ്കിൽ പറയാം. ഒന്ന് പറയുകയാണെങ്കിൽ ലണ്ടൻ ഏരിയ, നോർത്താംപ്ടൺ ഏരിയ, മാഞ്ചസ്റ്റർ ഏരിയ. അപ്പോൾ ചെസ്റ്റർ ഏരിയയിലും ഇവിടുന്ന് ഞാൻ അപ്ലൈ ചെയ്യുന്ന പല ജോബുകൾക്കും ചെസ്റ്ററിൽ നിന്ന് കോൾ വരാറുണ്ട്. അപ്പോൾ ചെസ്റ്ററിന് ജോലിയില്ല എന്ന് പറയാൻ പറ്റില്ല. ലിവർപൂളിലും അതേപോലെ അത്യാവശ്യം ടെക്നിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ജോലികൾ അവൈലബിൾ ആവാറുണ്ട്. പക്ഷേ എല്ലാ ആൾക്കാർക്കും അവിടെ പോയി ജോലി കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ സ്പീഡിലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിനാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ബസ് മിസ്സാവാതിരിക്കാൻ അത്യാവശ്യം കത്തിച്ച് വിടുന്നുണ്ട്. നമുക്ക് അപ്പുറത്തേക്കൊന്ന് ക്രോസ് ചെയ്യണം കേട്ടോ.
വണ്ടികളൊക്കെ ഒന്ന് പോയി. അല്ലാതെ നമ്മളതിൽ അമർത്തി നിൽക്കാൻ നമ്മൾ അപ്പുറത്തേക്ക് ഒന്ന് ക്രോസ് ചെയ്യാണ്. ഓക്കെ, വണ്ടികളില്ല, സുഖമായിട്ട് ക്രോസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ബസ് സ്റ്റോപ്പ് എത്തി. അതീ കാണുന്നതാണ് ബസ് സ്റ്റോപ്പ്. ഇവിടുത്തെ ബസ് സ്റ്റോപ്പുകളൊക്കെ രസമാണ് കേട്ടോ. ഈ ബസ്സുകളൊന്നും അധികം സ്പീഡിലും പോകില്ല, ഇവിടെ എല്ലാം പതിയെ പോവുള്ളൂ. നമ്മുടെ നാട്ടിലെ ബസ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒന്നും സ്പീഡേ ഇല്ല, വെറും ഭയങ്കര സ്പീഡ് കുറവിലാണ് പോവുക. ഈ നമ്മൾ ബസ് സ്റ്റോപ്പിൽ എഴുതിയിട്ടുണ്ട് ഏതൊക്കെ നമ്പർ ബസ്സുകളാണ്. ഇവിടെ ബസ്സിനൊക്കെ നമ്പറുകളാണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെ നമ്പർ ബസ്സുകളാണ് വരിക ഈ ബസ് സ്റ്റോപ്പിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ അടിപൊളി സജ്ജീകരിച്ചിട്ടുള്ള ബസ് സ്റ്റോപ്പാണ്, കുഴപ്പമില്ല, നല്ല അടിപൊളി സംഭവമാണ്. കുറച്ച് തണുപ്പിന് കുറവുണ്ട് ഇവിടെ എത്തിയപ്പോൾ. ഇനി ഞാൻ നിങ്ങൾക്ക് ബസ്സിൻ്റെ കാർഡ് പരിചയപ്പെടാം. എനിക്ക് 150 ബസ്സിലാണ് പോകേണ്ടത്, 150 നമ്പർ ബസ്സിലാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടുത്തെ കാർഡുകളാണ്. ഈ കാർഡുകൾ യൂസ് ചെയ്തിട്ട് 1 വീക്ക് കാർഡ് ഉണ്ടാവും, അതുപോലെ മന്ത്ലി കാർഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടാവുമായിരിക്കും, ഞാൻ എടുത്തിട്ടുമില്ല, അപ്പോൾ അതുകൊണ്ട് എനിക്കതറിയില്ല. അപ്പോൾ ഞാൻ 1 വീക്ക് കാർഡ് എടുത്തിരിക്കുന്നത്. ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഒരു ദിവസത്തെ വൺ ഡേ പാക്ക് എടുക്കുകയാണെങ്കിൽ 5 പൗണ്ടേ വരുള്ളൂ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ട്രാവൽ ചെയ്യാം, ആ ദിവസം എവിടെ വേണമെങ്കിലും ആ ഒരു ഇത് വെച്ചിട്ട് ട്രാവൽ ചെയ്യാം. പക്ഷേ ഞാൻ എടുത്തിരിക്കുന്നത് 1 വീക്കിൻ്റെ കാർഡാണ്. അപ്പോൾ ഈ കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോവാം, ഈ മാഞ്ചസ്റ്ററിനകത്ത് എവിടെ വേണമെങ്കിലും പോവാം. അതാണ് ഈ കാർഡിൻ്റെ ഗുണം. ഓക്കെ, അതേപോലെ തന്നെ ഈ ബസ്സുകളിനകത്ത് നമുക്ക് കണ്ടക്ടറോ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല, ഈ ഡ്രൈവർ തന്നെയായിരിക്കും എല്ലാ പരിപാടിയും ചെയ്യുന്നത്. നമുക്ക് കാണിച്ചു തരാം. നമുക്ക് മാക്സിമം ഡബിൾ ഡെക്കർ ബസ്സുകളാണ് ഇവിടെ, അപ്പോൾ ഏറ്റവും മുകളിൽ ഡെക്ക് തന്നെ കിട്ടാൻ പറ്റുമോ നോക്കാം. ഓക്കെ, പക്ഷേ അങ്ങനെ നമ്മുടെ ബസ് അങ്ങനെ എത്തിയാണ് 150. ഓക്കെ, ഈ 150 ബസ്സിലാണ് നമ്മൾ പോകുന്നത്. 150 നമ്പർ ബസ് ഇതേ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. ഞാൻ ദൂരത്ത് നിന്ന് കണ്ടായിരുന്നു ബസ് ഇങ്ങോട്ട് തിരിഞ്ഞു വരുന്നത്. ഇവിടെ ഓരോ സൈഡിലേക്ക് പോകാനായിട്ട് നമ്പറുകളാണ് ബസ്സിന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. ഈ കയറിയ ശേഷം ഇതേ കാണുന്ന സംഭവം നമ്മുടെ കാർഡ് ജസ്റ്റ് ഇങ്ങനെ പഞ്ച് ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് പച്ച കളർ ലൈറ്റ് കത്തുന്നു. അതിനുശേഷം ഡ്രൈവറിൻ്റെ അടുത്തൊന്നും പറയാതെ തന്നെ മേലേക്ക് പോകുന്നു. നമുക്ക് ഡ്രൈവറിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഡ്രൈവർ ചോദിക്കുക എവിടെയാണ് ഇറങ്ങേണ്ടത്. ഇവിടെ നമുക്ക് ഒന്നും പറയേണ്ട ആവശ്യമില്ല, നമ്മൾ നേരെ കയറി മുകളിലത്തെ ഡെക്കിൽ തന്നെ സ്ഥാനം പിടിച്ചു. ആകെ 2 പേരേ മുകളിലുള്ളൂ, എന്നെ കൂടാതെ. ഇപ്പോൾ ഈ കോവിഡിൻ്റെ സിറ്റുവേഷൻ ആയതുകൊണ്ടാണോ എനിക്കറിയില്ല, ഇവിടുത്തെ ബസ്സുകളിൽ കയറുമ്പോഴൊന്നും ഇപ്പോൾ അധികം ആൾക്കാരിനൊന്നും കാണാനില്ല. ഇങ്ങനത്തെ തന്നെയാണ് നമ്മുടെ സിനിമയിൽ പറഞ്ഞ പോലെ വിജനം വെച്ച് കിടക്കുകയാണ് ഒരു ബസ്സുകൾ. നിങ്ങൾ കാണാം, ബസ്സിലാകെ 2 പേര് ഇരിക്കുന്നേ ഉള്ളൂ. അവർ നമ്മളെ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. ഇവിടുത്തെ പ്രത്യേകത അങ്ങനെയാണ്, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മൈൻഡ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇവിടുത്തെ ബസ്സുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രൈവർ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ബസ്സിനകത്ത്. കണ്ടക്ടറോ ക്ലീനറോ അങ്ങനെയുള്ള ആൾക്കാരും ഒന്നും ഉണ്ടാവില്ല. ബസ്സിനകത്ത് നമുക്ക് വീൽ ചെയർ പോലുള്ള സംഭവങ്ങൾ കയറ്റുവാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിനും ആ ഡ്രൈവർ തന്നെയായിരിക്കും മുൻകൈ എടുക്കുക. ബസ് എത്ര ടൈം വേണമെങ്കിലും അവിടെ നിർത്തിയിട്ട് ആ വീൽ ചെയർ ഉള്ള പേഷ്യൻറ്റിനെ കയറ്റി എന്നിട്ടൊക്കെ അതിനകത്ത് ബസ് പോവുള്ളൂ. എന്നാലും ബസ് കറക്റ്റ് ടൈമിലായിരിക്കും, നമുക്ക് പോകേണ്ട സ്ഥലത്തൊക്കെ കറക്റ്റ് ടൈമിലെത്തിക്കും. ഒരു ധൃതിയോ തിരക്കോ കൂട്ടാതെ തന്നെ അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് ബസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് ഒരു പുരാതന പള്ളിയാണ്. ഞാൻ ഈ വഴിക്ക് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പോകുന്ന വഴിക്ക് പള്ളിയും അമ്പലങ്ങളെല്ലാം കാണാം. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒരു സിറ്റിയിൽ നിന്ന് ഒരു ഗ്രാമാന്തരീക്ഷത്തിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. കാരണം ഈ പോകുന്ന വഴി തന്നെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഇതല്ല, നമ്മുടെ സിറ്റിയുടെ ഒരു അറ്റ്മോസ്ഫിയറും അതുപോലെ തന്നെ ഇവിടുത്തെ ഗ്രാമങ്ങളുടെ ഒരു അറ്റ്മോസ്ഫിയറും നിങ്ങൾക്ക് കാണിക്കാനായിട്ട് സാധിക്കും. സഞ്ചാരത്തിൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇങ്ങനെയുള്ള വിഷ്വൽസും വീഡിയോസൊക്കെ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സഞ്ചാരം. കാരണം സഞ്ചാരത്തിലെ ഓരോ സ്പോട്ടും ഓരോ സ്ഥലവും ഓരോ ആൾക്കാരെയും ഞാൻ നോട്ടീസ് ചെയ്യാറുണ്ട്. അവിടുത്തെ വണ്ടികളും വീടുകളുടെ സ്ട്രക്ചറും അങ്ങനെ എല്ലാം നോട്ടീസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എൻ്റെ ചാനൽ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ നോക്കരുത്, സബ്സ്ക്രൈബ് ചെയ്തേ പറ്റൂ പ്ലീസ്. അപ്പം നമുക്ക് ഇപ്പോൾ പോകുന്നത് നമ്മൾ ഒരു ട്രാഫോർഡ് എന്നുള്ള ഒരു ഏരിയയിലേക്കാണ്, ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ആ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഇവിടെ നിങ്ങൾ കാണിച്ചു തരുന്നത്.
ഇവിടെ ഒരുപാട് അമ്പലങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഇസ്കോണിൻ്റെ ക്ഷേത്രങ്ങളുണ്ട്, അല്ലാതെ തന്നെ മറ്റ് ഒരുപാട് ആൾക്കാരുടെ ക്ഷേത്രങ്ങളുണ്ട്. ക്ഷേത്രങ്ങൾക്കൊന്നും ഒരു പഞ്ഞുമില്ല. അത്യാവശ്യം നിറയെ ക്ഷേത്രങ്ങൾ ഈ ഏരിയയിലുണ്ട്. അതുപോലെ പള്ളികളും ഇവിടെ കാണാനായിട്ടാവും. അങ്ങനെ നമ്മുടെ ചെറിയൊരു ബസ് യാത്രയുടെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. പരമാവധി എല്ലാ കാഴ്ചകളും കാണിക്കാനും മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ കുറച്ച് പരിപാടികളാണ്. അപ്പോൾ മച്ചാന്മാരെ, എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നാലാണ് ഞാനിങ്ങനെ എന്നാലാവുന്ന വിധത്തിൽ ഞാൻ വീഡിയോകൾ ചെയ്തു തരും മാക്സിമം. ഓക്കെ, അപ്പോൾ ബായ്, അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും.